മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മോഹിനിയമ്മയോട് ക്രൂരത കാണിച്ച പ്രതാപനും മുത്തശ്ശിക്കും കണക്കിന് നല്ലൊരു ശിക്ഷ കൊടുക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും കൂടി ചേർന്ന്. പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡനം പരാതിയായിട്ട് നൽകി പ്രതാപനെയും മുത്തശ്ശിയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് മാത്രമല്ല SIയും കോൺസ്റ്റബിൾസും നന്നായിട്ട് പെരുമാറുകയും ചെയ്യുന്നുണ്ട് പ്രതാപനെ ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ചതയ്ക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശിക്കാണെങ്കിൽ ആകെ വിഷമമാകുന്നു. മോനെ തല്ലുന്നത് കണ്ടിട്ട് മുത്തശ്ശി അയ്യോ എൻ്റെ മോനെ ഒന്നും ചെയ്യില്ലേ, ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ വാദിച്ച് നിൽക്കാൻ നേരത്ത് ആ ലേഡി കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മോൻ അവരുടെ ഭാര്യയെ തല്ലിയില്ലേ? എൻ്റെ മോൻ ആരെയും തല്ലിയില്ലെന്ന് മുത്തശ്ശി ഒരു നാണവും ഇല്ലാണ്ട് കള്ളത്തരം പറയുമ്പോൾ, തല്ലിയില്ലേ, മര്യാദയ്ക്ക് സത്യം പറ എന്നൊക്കെ പറയുമ്പം മുത്തശ്ശി അബദ്ധത്തിൽ പറയുന്നുണ്ട്, 2 അടി കൊടുത്തന്നേ ഉള്ളൂ, അതിനിങ്ങനെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ? എൻ്റെ മോനെ വെറുതെ വിടണമെന്നൊക്കെ പറയുമ്പം പോലീസാണെങ്കിൽ കണക്കിന് മറുപടി കൊടുക്കുന്നുണ്ട്. അതേസമയം പ്രതാപനെയും മുത്തശ്ശിയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി അമ്മയെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ അമ്മ കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞ് കരുണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരുണാലയത്തിലേക്ക് വരുന്നുണ്ട്. മുത്തശ്ശിയും പോലീസ് അറസ്റ്റ് ചെയ്തത് അറിഞ്ഞ് കരുണയാണെങ്കിൽ നേരെ സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്കും അച്ഛനെ സെല്ലിനകത്തും മുത്തശ്ശി പുറത്തും ഇരിക്കുന്നത് കണ്ട് മുത്തശ്ശിയാണെങ്കിൽ കരുണയെ കണ്ടതും പൊട്ടിക്കരയുന്നു. ദേ നോക്കു മോളെ, നിൻ്റെ അമ്മ ആ ദുഷ്ടത്തി കംപ്ലൈൻറ്റ് കൊടുത്ത് എൻ്റെ മോനെ തല്ലി ചതച്ചിട്ടേക്കുക. അപ്പോഴത്തേക്കും കരുണയാണെങ്കിൽ പൊട്ടിക്കരയുന്നു. എന്താ മുത്തശ്ശി, എന്താ കാര്യം? അവളുടെ മോളെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് അവളെ കാണാനായിട്ട് പോകണ്ടെന്ന്. എന്നിട്ടും കേൾക്കാതെ അവൾ പോയപ്പം ഞാനും ഇവനും 2 അടി കൊടുത്തു. അത് ശരിയാ മോളെ, അത് മോളോട് ചെന്ന് പരാതി പറഞ്ഞ് അമ്മയും മോളും കൂടി കംപ്ലൈൻറ്റ് കൊടുത്ത് എൻ്റെ മോനെ എന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുക. ഇനി എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും അച്ഛാന്നൊക്കെ ചോദിക്കുമ്പം ഇനി ഇവിടുന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ആ അവളുകൾ കനിയണം. ആര്? നിൻ്റെ അമ്മയും ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവളും. അവർ 2 പേരും കേസ് പിൻവലിക്കാതെ എനിക്കും അമ്മയ്ക്കും ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല. അച്ഛൻ എന്തായാലും വിഷമിക്കണ്ട, അമ്മയുടെ കാല് പിടിച്ചിട്ടായാലും വേണ്ടിയില്ല, അച്ഛനെയും മുത്തശ്ശിയും ഇന്ന് തന്നെ ഞാൻ ഇറക്കിയിരിക്കും എന്ന് വാക്ക് പറഞ്ഞ് കരുണയാണെങ്കിൽ പോകുന്ന സമയത്ത് മോളെ, അമ്മയോട് മാപ്പ് പറഞ്ഞാലും വേണ്ടിയില്ല, ആ മഹാലക്ഷ്മി എന്ന് പറയുന്ന ആ ദുഷ്ടത്തിയോട് മോള് മാപ്പ് പറയാനൊന്നും പോകണ്ടെന്ന് മുത്തശ്ശിയാണെങ്കിൽ കരുണയോട് പറയുന്നു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ മുത്തശ്ശിയും അച്ഛനെയും സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നേരെ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. കാരണം മോഹിനിയമ്മ ഇപ്പം മഹാലക്ഷ്മിയോടൊപ്പം അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലാണല്ലോ താമസിക്കുന്നത്. എന്നാൽ അതേസമയം കണ്ണനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു. കണ്ണൻ മുത്തശ്ശിയും പ്രതാപനെയും അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ അറിഞ്ഞ് മഹിയോടും അനന്തുവിനോടും ലേഖയോടും അതിനെക്കുറിച്ചുള്ള ഓരോ തീരുമാനങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഈ പാഠത്തിലും അവർ പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള തക്ക ശിക്ഷ എങ്ങനെ കൊടുക്കണമെന്നൊക്കെ കണ്ണനും മഹാലക്ഷ്മിയൊക്കെ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം കണ്ണൻ പുറത്തേക്ക് ഇറങ്ങി വണ്ടി കയറുന്ന അതേ സമയത്താണ് കരുണ പ്രതീക്ഷിക്കാതെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അനന്തുവിൻ്റെ വീട്ടിലേക്കൊന്നും കരുണ അങ്ങനെ വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. ആ സമയത്ത് വണ്ടിയിൽ നിന്ന് ചാഞ്ഞ് കിടക്കുന്നുണ്ട് കരുണ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കരുണ വന്ന് അനന്തുവും ലേഖയും അതുപോലെ തന്നെ മഹാലക്ഷ്മിയും അവളെ കണ്ട് ആകെ ഷോക്കാകുന്നു. ഇനി കണ്ണേട്ടനെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഇവർ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുകയാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം അനന്തുവേട്ടൻ്റെ വീട്ടിൽ രഹസ്യമായിട്ട് കണ്ണൻ കാണാൻ വരുന്നുണ്ടെങ്കിൽ യാതൊരു പിണക്കവും ഇല്ല. അതുപോലെ മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ചിലപ്പോൾ കണ്ണേട്ടനോ അല്ലെങ്കിൽ കണ്ണേട്ടൻ അറിഞ്ഞുകൊണ്ടായിരിക്കും മഹാലക്ഷ്മി പ്രഗ്നൻ്റ് ആയി എന്നുള്ള കാര്യമൊക്കെ തിരിച്ചറിയുമെന്നുള്ളൊരു പേടിയായിരുന്നു അവരെ അലട്ടുന്നത്. തൽക്കാലം നമ്മുടെ കരുണയാണെങ്കിൽ കണ്ണനെ കാണുന്നില്ല. എങ്കിലും മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മ എന്ത്, എനിക്ക് അമ്മയെ കാണണം. അപ്പം ലേഖയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. കാരണം ആ അമ്മയെ ഇഞ്ച ചതയ്ക്കുന്നത് പോലെ അച്ഛനും അതുപോലെ മുത്തശ്ശിയും തല്ലിയെന്ന് അറിഞ്ഞിട്ട് പോലും അവൾക്ക് യാതൊരു വിഷമവും ഇല്ല. പകരം അമ്മയും കൊണ്ട് എങ്ങനെയെങ്കിലും കേസ് പിൻവലിച്ചുകൊണ്ട് അച്ഛനെയും മുത്തശ്ശിയും പുറത്തിറക്കാനാണ് അവൾ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലേഖ ചോദിക്കുന്നു, നിനക്കെന്തിനാ അമ്മയെ കാണേണ്ടത്? അമ്മയോട് യാതൊരു സ്നേഹവും ഇല്ലാതെ നീ എന്തിനു വേണ്ടിയിട്ടാണ് അമ്മയെ കാണാൻ വരുന്നത് എന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മയോട് കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതെന്താണെന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, മര്യാദയ്ക്ക് എൻ്റെ അമ്മയെ പുറത്തേക്ക് വിളിക്ക് എന്ന് പറയുന്ന സമയത്ത് നിനക്ക് കാണാനായിട്ട് ഇവിടെ നിൻ്റെ അമ്മയൊന്നുമില്ല, മര്യാദയ്ക്ക് പൊക്കോളാൻ അനന്തവും പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞ് കരുണയാണെങ്കിൽ ബലമായിട്ട് അകത്തേക്ക് കയറുന്നു. അങ്ങനെ കയറി മോഹിനിയമ്മയെ കാണുന്ന സമയത്ത് മോഹിനിയമ്മയോട് എത്രയും പെട്ടെന്ന് കേസ് പിൻവലിക്കണമെന്ന് കരുണ ആവശ്യപ്പെടുന്നു. പറ്റില്ല മോളെ, ഒരുപാട് ഞാൻ നിൻ്റെ അച്ഛൻ്റെയും അതുപോലെ മുത്തശ്ശിയുടെയും ഉപദ്രവവും ചീത്ത വാക്കുകളും ഒക്കെ കേട്ടിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ടും നിനക്കതിന് യാതൊരു വിഷമവും തോന്നുന്നില്ലേ മോളെ എന്ന് ചോദിക്കുമ്പം അവൾക്ക് എങ്ങനെ വിഷമം തോന്നാനാ അമ്മ? അവൾക്ക് അച്ഛനും മുത്തശ്ശിയല്ലേ വലുത്.
അതുകൊണ്ട് തന്നെ അവരെന്ത് തെറ്റ് ചെയ്താലും അവൾക്കതൊരു തെറ്റായിട്ട് തോന്നത്തില്ലെന്ന് മഹാലക്ഷ്മി പറയുന്ന സമയത്ത്, ദേ എന്നോടുള്ള വിരോധം എൻ്റെ അച്ഛനോടും മുത്തശ്ശിയോടും കാണിക്കരുത്. എന്തായാലും എൻ്റെ അച്ഛനും മുത്തശ്ശിയും ജയിലിൽ കിടക്കുകയാണ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. പിന്നെ ഒരു നിമിഷം ഞാൻ ജീവിച്ചിരുന്നേക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് എന്ത് വേണമെന്നറിയാൻ വയ്യാതെ പകച്ചു നിൽക്കുന്നുണ്ട് മോഹിനിയമ്മയും അതുപോലെ മഹാലക്ഷ്മിയും. അപ്പം അനന്തും ലേഖയും പറയുന്നു, ദേ ഇവളുടെ ഭീഷണിയൊന്നും കേട്ടിട്ട് നിങ്ങളാരും അവരെ പുറത്തിറക്കാൻ പോണ്ട. ഒരുപാട് ക്രൂരത ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ശിക്ഷ അവരനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു തുടക്കമാകട്ടെ ഇതെന്ന് പറയുമ്പം കരുണ ചോദിക്കുന്നു, എൻ്റെ അച്ഛനും മുത്തശ്ശി എന്ത് തെറ്റ് ചെയ്തെന്നാണ് പറയുന്നത്? വഴിപിഴച്ച ഇവളെ കാണാനായിട്ട് അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ സമ്മതിക്കാതിരുന്നതാണോ എൻ്റെ അച്ഛനും മുത്തശ്ശിയും ചെയ്ത തെറ്റ്? അങ്ങനെ പരസ്പരം പോര് വിളിച്ച് നിൽക്കുന്ന കരുണയുടെ മുമ്പിൽ അനന്തവും ലേഖയും ആ ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറയുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.